ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈ ദിസ് മച്ച് ഓഫ് ഹെയ്റ്റ് ഓൺലി ടുവേർഡ്സ് BTS എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അവരോട് ചോദിച്ചാൽ ഒരു പക്ഷെ അവർക്ക് പോലും പറയാൻ പറ്റത്തില്ല എന്താ അവർ BTSനെ ഹെയ്റ്റ് ചെയ്യാനും മാത്രം ഉണ്ടായ കാര്യം എന്ന്. അവര് മേ ബി പറയായിരിക്കും അവര് ഗേ ആണ്, അല്ലെങ്കിൽ അവരെ കാണാൻ പെണ്ണുങ്ങളെ പോലെ ഉണ്ടെന്ന്. പക്ഷേ ശരിക്കുള്ള കാരണം അതാണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് പാട്രിയാർക്കി. നമ്മുടെ സൊസൈറ്റി തന്നെ രൂപീകരിച്ച് വെച്ചേക്കുന്ന ഒരു ചെറിയ പാട്രിയാർക്കി സിസ്റ്റം. അത് പണ്ട് മുതലേ ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പല പുരുഷന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അതിലെന്തെങ്കിലുമൊക്കെ തകരാറുകൾ അവർ കണ്ടുപിടിക്കും. ഈ പാട്രിയാർക്കിയുടെ ഭാഗമായിട്ട് വെറുതെ ഹെയ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തില് ടേലർ സ്വിഫ്റ്റും ബാർബിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നേ. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ എന്തെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ബോയ്സിനെ ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ വെറുതെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവരോട് അവരുടെ ഇഷ്ടങ്ങൾ നമുക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞാൽ അവര് ചെയ്യും? അതുമില്ല. അത് ചെയ്യേണ്ട ആവശ്യമില്ല. Then why are you guys crying? ഈ വീഡിയോ ഇന്ന് മെയിനായിട്ട് വളരെ ഹറിബറിയായിട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. നിങ്ങളെല്ലാ ആമീസിനും അറിയാമെന്നുള്ളത് പോലെ ഇന്നലെ മെക്സിക്കൻ പ്രസിഡന്റുമായിട്ട് BTSന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ 24 ന്യൂസിന്റെ ഇന്റർനാഷണൽ പോർട്ടലിൽ റിലീസായിരുന്നു. അതിനിടയിൽ വന്ന കമന്റ്സ് ആണ് എന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ട്രിഗർ ചെയ്തത്. 1-2 കമന്റ്സേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ അതെന്നെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതിൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കമന്റ് ഉണ്ട്. അതിട്ടവന്റെ വീട്ടിൽ കയറി തല്ലാൻ തോന്നും നമുക്ക്. അമ്മാതിരി തോന്നിയോസാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ 100% ലിറ്ററസി എന്ന് നമ്മൾ വാദോരാതെ പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇല്ലിറ്ററേറ്റ് പീപ്പിൾസ് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അത് ആലോചിക്കുമ്പോഴാണ് കുറച്ചധികം സങ്കടമുള്ളത്. പിന്നെ നമ്മുടെ ഫാമിലിയിലെ കമന്റ് ബോക്സിൽ നോക്കിയാലും ഇമാതിരി ടൈപ്പ് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാടുണ്ട്. നമുക്ക് അവരെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്യണം. ആൻഡ് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടും, അതായത് ഹേറ്റേഴ്സ്, ഇവരെ പറ്റിയിട്ടും നമ്മൾ അധികം വൈകാതെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മറക്കാതെ കമന്റിൽ അറിയിക്കേണ്ടതാണ്. നമുക്ക് എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ കൊടുക്കാം. ആൻഡ് ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഹറിബറിയിൽ എടുത്ത വീഡിയോ ആണ്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ ഉണ്ടാവും. ഐ എം സോ സോറി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. ലവ് യു സോ മച്ച് ആൻഡ് സാറാങ്ങെ ബഹുഷിപ്പോ.